ഹാപ്പി ബേളേ. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഇന്നത്തെ ദിവസം വരി നമുക്ക് പോയി നോക്കാം. ഗുഡ് മോർണിംഗ്. അച്ഛായേ അബ്ദുല്ല. രാവിലെ തന്നെ മാറ്റിയൊരുങ്ങി ഞാനിതാ ഇന്നത്തെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉള്ളൂ കേട്ടോ. രാവിലെ അത്ര വലിയ ചൂടില്ല. നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ നേരെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുന്ന നമ്മളെ കടയിലേക്ക് തന്നെ വിളിച്ചു. ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് ക്യാ ഹേ? ഓക്കെ അഭി പൂരി है? ओके दो पूरी चिकन सालन अभी दे दो. मैं उधर बकला का उधर है. പൂരി കിട്ടുമെന്ന് പറഞ്ഞതിപ്പോൾ പെട്ടെന്നാകുന്നത് എൻ്റെ ഹിന്ദി കറക്റ്റാണെന്നറിയില്ല. പൂരി എങ്കിൽ പൂരി. അങ്ങനെ ഞാൻ നേരെ ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നടന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ ബക്കാല. അവിടെയാണ് ഞാൻ ബസ് കാത്തിക്കൽ. അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേനും അവിടെ നമ്മുടെ ഡെലിവറി ബോയ് കറക്റ്റ് അവിടെ എത്തും. അങ്ങനെയാണ് സാധാരണ നടക്കൽ. നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ സൈഡിൽ തന്നെ അങ്ങനെ നിന്നു. എൻ്റെ ചൊറുക്കണ്ട് പോയാലോ ആകെ സീനാവും. പിന്നെ ശരിക്കും ഗന്ധർവൻ തന്നെയാണോ? സിഗ്നലിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ചൂടിന് ഒരു കുറവില്ല. അങ്ങനെ ഞാൻ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലത്തെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന ഡെലിവറി പാക്കുവിനെ നോക്കി ഞാൻ അങ്ങനെ നിന്നു. ബസ് വെയിറ്റ് ചെയ്യാൻ വരട്ടാ. എൻ്റെ ഫുഡ് തരട്ടെ. ജൽദി ആവടാ. വെടിമറ ചൂടൻ ജോയിസാറിട്ടൊന്ന പേരാ. പാക്കുവിൻ്റെ ടൈമിങ് അപാരം തന്നെ, മാഷാല്ലാ. എന്തായാലും ഞാൻ ബസ് കയറി സീറ്റ് ഓടിച്ചു. ബസ് കയറി പുറത്തെ കാഴ്ചകൾ വീണ്ടും കാണുമ്പോൾ തന്നെ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങും. ശരിക്കും നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിലായിരിക്കും യഥാർത്ഥത്തിലായുള്ള സ്നേഹം ഉണ്ടാവുക. ഇതൊരു അർത്ഥവത്തായ കാര്യമാട്ടോ മക്കളെ. നമ്മളെ തേടി വരുന്നവരെ നമുക്കാണെങ്കിലോ മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ ഞാൻ ഈവനിങ് എന്ത് ഷൂട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഗാനഗന്ധർവനെ ഞങ്ങളെ കണ്ടിട്ട് ആകെ നാണം വന്നു. തുഷാരേച്ചിക്ക് തല ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകെ സീനായി. ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ പിടിച്ചോണ്ട് വന്നു. ഒരു ചായ തെറാപ്പിയാണ് കൊടുത്തു. അത് കഴിഞ്ഞ് കരിയുന്ന ചൂട് തെറാപ്പിയും. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതാ പോവുകയാണ്. എൻ്റെ ലെഗ് ഇന്നൊരു രക്ഷയില്ല. എന്നിട്ട് രാവിലെ അത്ര പെയിന് കുറവായിരുന്നു. കാരണം ഇന്നലെ ഞാൻ ജിമ്മിൽ പോയിട്ട് ലെഗിനെ കളിച്ചിട്ട്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ എനിക്കങ്ങനെ എണീറ്റ് നിൽക്കാനുള്ള ഒരിതില്ല. അത്രയും എഫേർട്ട് എടുത്ത് നോക്കി. കാരണം ഞാൻ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ച ഞാൻ ലെഗിന് കളിക്കാതെ ഞാൻ ഇന്നലെയാണ് കളിച്ചത്. ഇപ്പോൾ ഒരു ആക്രാന്തം മൂത്ത് കുറച്ച് കളിച്ചത്. അതിൻ്റെ ഒരു വേദനയുണ്ട്. ഇപ്പം ഞാൻ സീറ്റിൽ നിന്ന് എണീച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കില്ല. അപ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് വേദന. എൻ്റെ ലിഫ്റ്റ് എന്താ വരാത്തേ? ലിഫ്റ്റ് വന്നു. ബേസ്മെൻറ്റ് തുറക്കങ്ങോട്ട് തുറക്കടാ. അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ പുറത്തെത്തിരിക്കുകയാണ്. നല്ല കിളികളുടെ നാദം. ഇതിലൂടത്ത് ഈത്തപ്പഴ മരത്തിൻ്റെ ഉള്ളിലുള്ള കിളികളാട്ടോ. കുഞ്ഞി കിളികൾ കണ്ട പാറിക്കളിക്കുന്ന. ഈത്തപ്പഴൊക്കെ പച്ചായി നിൽക്കുക. അങ്ങനെ ഞാൻ ബസ് കാത്ത് വരി നിന്നു അവിടെ. അങ്ങനെ ബസ്സിലിരുന്ന് കുറച്ച് ഇസ്ലാമിക് മോട്ടിവേഷനൊക്കെ കണ്ട് പുറത്തൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി കാറ്റ്. അതും കൊണ്ട് റൂമിലേക്ക് ഇങ്ങനെ നടന്നുപോയി. ഞാനും അതും കൂടി വെറുത്തൊന്ന് ലുലു പോയി എന്തൊക്കെയോ മേടിച്ചു. അത് കഴിഞ്ഞ് ടർഫിലൊന്ന് കളിക്കാൻ പോയി. പിന്നെ അന്ന് അൽവാദ മാളിലേക്ക് പോയി നരിവേട്ടൊക്കെ കണ്ടിട്ട് വന്നു. പിന്നെ നേരെ പോയി ഫുഡ് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ശരി എന്നാ.